നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,619. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ക്ലോസിങ് പോസിറ്റീവ് ആണോ? ഹയർ ലെവലിലേക്ക് ഒരു ക്ലോസിങ് കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിങ്ങിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലോസിങ് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിന് ഒരു സാധ്യതയുണ്ടോ, അതോ വീണ്ടും ഫാൾ തുടരുവാനുള്ളൊരു സാധ്യതയാണോ? നമുക്ക് നോക്കാം. ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് ഒന്ന് ക്വിക്കലി നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് വർക്ക് ചെയ്തിരുന്നത്, എങ്ങനെയായിരുന്നു നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടിയിരുന്നത്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രെൻഡ് നോക്കുന്നത്. ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നോക്കാം. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന പ്ലാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവർ, കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് ശ്രദ്ധിക്കുക. കാരണം മണ്ടേലെ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിഫ്റ്റിനെ കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു ഓപ്പൺ നോക്കുക. ഓപ്പൺ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷേ നിഫ്റ്റിക്ക് ഒരു ബൈയിലേക്ക്, ഇൻട്രാഡേയിൽ ബൈയിലേക്ക് നിലനിർത്തണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് 24,540. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ നിഫ്റ്റിയുടെ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ നൽകിയിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു ഓപ്പണിങ്ങിലായാലും ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിർത്തിയിരുന്നത്. ഇപ്പോൾ ട്രെൻഡ് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്കൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ്. നമുക്കൊരു ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നമുക്കത് ഇല്ല. കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷമായാലും അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷമായാലും ഈ സസ്റ്റെയിൻ ചെയ്ത ഏരിയ സപ്പോർട്ടായിട്ട് നിലനിർത്തിക്കൊണ്ട് ബൈയുടെ ഒരു മൊമെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ നിലനിർത്തിയിരുന്നത്. ഷോർട്ട് സെല്ലിൻ്റെ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ കുറവായിരുന്നു. അപ്പോൾ എപ്പോഴും ട്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടി ശ്രദ്ധിക്കുക. ആ ഒരു പ്ലാൻ അനുസരിച്ച് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. മാർക്കറ്റ് ബൈയിലാണെങ്കിൽ ഇൻട്രാഡേയിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. വീക്ക്നെസ് ആണ്, അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം ട്രെൻഡ് എന്ന് നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മളൊരു ട്രെൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചായിരുന്നു. മാത്രമല്ല ഈ വീക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് വീക്കിലി ക്യാൻഡിലുള്ള ഒരു സാധ്യത കൂടുതലാണ്. നിഫ്റ്റിയിൽ കഴിഞ്ഞൊരു 6 വീക്കായിട്ട് തുടർച്ചയായിട്ട് റെഡ് ക്യാനാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ഗ്രീൻ ക്യാനുള്ള സാധ്യത നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഇപ്പോൾ നിഫ്റ്റി ആയാലും തുടർച്ചയായി ഒരു ഗ്രീൻ ക്യാനിലാണ് ക്ലോസ് ചെയ്ത് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ഹൈയുടെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മൊമെൻറ്റം മനസ്സിലാക്കുക, ഈ മൊമെൻറ്റം പൈയിലേക്ക് കടന്നിട്ടില്ല. ഇതിപ്പോഴും സ്റ്റിൽ പോസിറ്റീവ് മൊമെൻറ്റം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, പോസിറ്റീവ് മൊമെൻറ്റത്തിലേക്ക് നിഫ്റ്റിക്ക് കടക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീക്കിലി അപ്ഡേറ്റിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ എന്ന് സൂചിപ്പിച്ചായിരുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത് എന്താണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മളിപ്പോഴും മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഓപ്പണിംഗ് സെൻറ്റിമെൻറ്റിൽ നമ്മളത് സൂചിപ്പിക്കാറ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സംഭവിച്ചിരുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. മാർക്കറ്റ് റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു കുറച്ച് സമയം ഒരു കൺസോൾട്ടേഷൻ നിലനിർത്തി. അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ബൗൺസിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നിഫ്റ്റി ആയാലും പൊസിഷൻ ഈ ഒരു ലെവലിൽ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. അതായത് നിഫ്റ്റി 24,550 അല്ലെങ്കിൽ 24,500 പുട്ട് റൈറ്റിംഗ് മെയിനായിട്ട് നടന്നിരിക്കാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ എക്സ്പയറി ഇതിൻ്റെ ഒരു മുകളിലേക്ക് നിലനിർത്താനായിട്ടുള്ള ഒരു സാധ്യത, അതായത് ഓപ്പണിംഗ് ഫേവർ ആയി കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി ഇതിന് മുകളിലേക്ക് നിലനിർത്താനായിട്ടുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ കാണണം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണെങ്കിൽ, സപ്പോർട്ട് എന്ന് പറയുന്നത് 24,540 തന്നെ. 24,540 നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 540 കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന മെയിൻ സപ്പോർട്ടായിരുന്നു. അതിൻ്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലാണ് കൂടുതൽ വീക്ക്നെസ്സിന് സാധ്യത, മെയിനായിട്ടുള്ള ഫാളിനൊരു സാധ്യത. നമുക്കൊരു മൈനർ സപ്പോർട്ടും കൂടി നമ്മളിവിടെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, 24,570. അതേപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഒരു താഴെയും നിലനിർത്തിയാലാണ് മാർക്കറ്റിൻ്റെ ഒരു ഫാളിന് കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ബൗൺസ് നടത്താനുള്ളൊരു സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ നിഫ്റ്റി മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക.
നിഫ്റ്റിയിലെ ഈ ഒരു റേഞ്ച് വരെ നിഫ്റ്റിയിൽ സപ്പോർട്ടാണ്. 24,600 വരെ നിഫ്റ്റിയിൽ സപ്പോർട്ടാണ്. കാരണം നിഫ്റ്റി ആയാലും അവസാനത്തെ ഒരു സെക്ഷൻ ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് ആ ഒരു യൂ ടേൺ അടിച്ചിട്ട് മാർക്കറ്റ് ഒന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പോൾ നിഫ്റ്റി 24,600 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന 600-ന്റെ താഴെയാണെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിന്റെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. മാർക്കറ്റിൽ ഒരു ഫാൾ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. ക്വിക്ക് ആയിട്ടുള്ളൊരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ കിട്ടും. അതായത് 24,600-ന്റെ താഴെ, പ്രത്യേകം ശ്രദ്ധിക്കുക, 600-ന്റെ താഴെ നിലനിൽക്കുമ്പോൾ ഈ ഒരു സപ്പോർട്ട് മൈനറാണ്, നിലനിർത്തുമെന്ന് നമുക്കറിയില്ല. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു സപ്പോർട്ടിലാണെങ്കിലാണ് ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യത. അടുത്തൊരു സപ്പോർട്ട് ലോവർ ലെവൽ 24,540-ന്റെ ആ ഒരു ലെവലാണ് സപ്പോർട്ട്. അപ്പം അതിനുശേഷം ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലല്ല, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലിലാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു ലെവല് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പണിംഗ് ക്യാനിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,600 മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും. 540-ന്റെ താഴെയാണ് കൂടുതൽ വീക്ക്നെസ്, എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് ഒരു ഫാളിനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതിനുശേഷം പിന്നെ ലോവർ ലെവൽ നല്ല സപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതിന് മുൻപ് നമുക്കൊരു ഹയർ ലെവലിലേക്ക് നോക്കാം. ഹയർ ലെവൽ ഒരു കൺജസ്റ്റഡ് ഏരിയ ആണ്. ഓരോ റെസിസ്റ്റൻസിന്റെ മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തണം. നമുക്കൊരു ബൈയിലേക്ക് കടക്കണമെങ്കിൽ ഇവിടെ 24,600, അതേപോലെ തന്നെ 24,635. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 24,635-ന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാം, തൊട്ടടുത്ത് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഓരോ ക്യാൻഡിലും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇവിടുന്ന് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സെയിം ക്യാൻഡിൽ പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ 24,672 വരെ റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം 24,702 നമുക്ക് ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. അതിനുശേഷം 24,735 സഡൻ അപ്പ് മൂവ്മെന്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അതായത് ക്യാനിൽ ക്ലോസ് ചെയ്ത് ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുക, റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്തു, അടുത്ത റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്ത്, അങ്ങനെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ സഡൻ അപ്പ് മൂവ്മെന്റ് കിട്ടും. അല്ലെങ്കിൽ മാർക്കറ്റ് ഓരോ റെസിസ്റ്റൻസിലും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മൂവ്മെന്റ് വരുന്നത്. എന്നിരുന്നാലും മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ലോവർ ലെവൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഏരിയ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് അറിയില്ല. നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഹയർ ലെവൽ നമുക്ക് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമുക്കത് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക പറഞ്ഞത്. അപ്പോൾ നമുക്ക് ലോവർ ലെവൽ മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് ലോവർ ലെവൽ 540-ന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,465 സപ്പോർട്ടാണ്. ഇൻ കേസ് ലോവർ ലെവൽ മാനേജ് ചെയ്യേണ്ടത്, ഇൻ കേസ് ലോവർ ലെവലിലേക്ക് വന്നാലും 24,465-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് 24,445-ന്റെ താഴത്തേക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന അതേപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ തിരിച്ച് ഇതിന് മുകളിലേക്ക് കടന്നാൽ മാർക്കറ്റ് ഒരു ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലോവർ ലെവൽ 24,400-ന്റെ അടുത്ത് സ്ട്രോങ് സപ്പോർട്ടാണ്. 24,380 സപ്പോർട്ടാണ്. നിഫ്റ്റിയിലെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക, എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിലെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.